ഹലോ. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലൂടെ ആളുകളുടെ തിക്കിനും തിരക്കിനുമിടയിലൂടെ ഏറ്റവും പ്രിയപ്പെട്ട പാപ്പയുടെ ഫ്രാൻസിസിൻ്റെ വേർപാടിൽ ദുഃഖിതരായി ഇടയനെ നഷ്ടപ്പെട്ട ആടുകളെപ്പോലെ അലയുന്ന ആളുകൾക്കിടയിലൂടെ വിഖ്യാതരായ കലാകാരന്മാർ നിർമ്മിതമായ വാസ്തുഭംഗിയുള്ള ശില്പങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ നടുത്തളത്തോട് ചേർന്ന് ഏറെ കൗതുകകരമായൊരു കാഴ്ച ഞാൻ കണ്ടു. ഒരു വള്ളവും ആ വള്ളത്തിന്മേൽ പരസ്പരം കെട്ടിപ്പുണർന്നു നിൽക്കുന്ന കുറേ രൂപങ്ങളും വിവിധങ്ങളായ സ്ഥലങ്ങളിലെ മനുഷ്യരെ ആ മനുഷ്യരൂപങ്ങൾ പ്രതിനിധീകരിക്കുന്നുണ്ട്. വിവിധ ജാതികളിലെ, സംസ്കാരങ്ങളിലെ, മതങ്ങളിലെ മനുഷ്യർ പ്രാണനും അവരുടെ സ്വത്തുക്കളും അവരുടെ കുഞ്ഞുങ്ങളും ഹൃദയത്തോട് ചേർത്തു പിടിച്ച് കടൽ കടന്ന് അഭയാർത്ഥികളായി വന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ നൽകുന്ന മനോഹരമായ ഒരു ശില്പം. അതിൽ പർദ്ദയണിഞ്ഞ മുസ്ലിം സ്ത്രീയുണ്ട്. അവിടെ തലപ്പാവ് വച്ച് മറ്റ് മതങ്ങളിൽപ്പെട്ട മനുഷ്യരുണ്ട്. അവരെയൊക്കെ ഒരു കല്ലിൽ കൊത്തിയെടുത്ത് വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിട പറഞ്ഞ പാപ്പ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്നൊരു ദേവാലയവും അവിടെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ എന്ന മണ്ണും ഉള്ളിടത്തോളം കാലം ഫ്രാൻസിസിൻ്റെ പേരും ആ ശില്പവും മായപ്പെടുകയില്ല. അല്ലെങ്കിൽ തന്നെ എത്രയോ മനസ്സുകളിലാണ് ഫ്രാൻസിസ് തൻ്റെ പേര് കൊത്തിവെച്ചത്. ഇവിടെ ഈ സഭാസമൂഹം ഉള്ളിടത്തോളം കാലം, ഈ ദേവാലയം ഈ മണ്ണിൽ നിലനിൽക്കുവോളം അഭയാർത്ഥികളായ ആ മനുഷ്യരുടെ രൂപവും ഇനി ദേവാലയ സംഗീതം കേൾക്കും. അവിടെ അർപ്പിക്കപ്പെടുന്ന ബലികളിൽ കല്ലുകളിൽ കൊത്തിയെടുത്ത് അഭയാർത്ഥികളുടെ മനുഷ്യരൂപങ്ങളും ഭാഗഭാക്കികളാകും. ദേവസ്തുതികൾ ഉയരുന്ന, മാലാഖമാരുടെ സംഗീതം ഉയരുന്ന ആ മണ്ണിൽ ഇനി ഈ അഭയാർത്ഥികളുടെ കണ്ണീരും നിലവിളികളും ദൈവത്തിൻ്റെ ഹൃദയം തുറക്കുന്ന ഉണർത്തുപാട്ടുകളായും പ്രാർത്ഥനാഗീതങ്ങളായും മാറും. എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മക്കളെ സ്വീകരിക്കാൻ ദൈവനാമത്തിൽ പണിത ആലയങ്ങളും മനുഷ്യരുടെ ഹൃദയങ്ങളും തുറക്കണമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഫ്രാൻസിസ് പാപ്പ കാലയവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ നീതിക്ക് വേണ്ടിയുള്ള, സമത്വത്തിനു വേണ്ടിയുള്ള, മനുഷ്യന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സ്വരവും ഈ ഭൂമിയിൽ ഉയർന്നുകൊണ്ടിരിക്കും. ഇന്നെല്ലായിടത്തും വന്നുചേരുന്ന അഭയാർത്ഥികളാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അവരാരും പ്രശ്നമല്ല എന്നും മനുഷ്യന് ഹൃദയമുള്ളിടത്തോളം, മനസ്സുള്ളിടത്തോളം അവർ ഈ ഭൂമിയുടെ അവകാശികളാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഫ്രാൻസിസ് വിട പറയുന്നതിന് മുൻപും നമുക്ക് നൽകിയിട്ടുണ്ട്. മണ്ണിനെയും മനുഷ്യനെയും ചേർത്ത് പിടിക്കാത്തതൊന്നും ആത്മീയതയല്ല എന്ന് അയാൾ ഉറക്കെ പറയുകയാണ്. മണ്ണോളം താഴ്ന്നു വന്ന നസ്രായൻ്റെ മനുഷ്യനെ പുൽകാനുള്ള ആഗ്രഹത്തിനേക്കാൾ വലുതായതൊന്നുമില്ല എന്ന് വീണ്ടും ഫ്രാൻസിസ് നമ്മെ ഓർമ്മപ്പെടുത്തി. മനുഷ്യരാണ് വലുത്. എൻ്റെ ഹൃദയത്തിൽ നിനക്കൊരിടമുണ്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനാകാത്തിടത്തോളം കാലം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്കും ഇടമുണ്ടാകില്ല എന്ന തിരിച്ചറിവ് ഇനി എന്നാണ് നമുക്കുണ്ടാവുക? ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമപ്പുറം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നൊരു ബോധ്യം ഈ മനുഷ്യൻ മണ്ണിൽ എഴുതി ചേർക്കുകയാണ്, ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്യുകയാണ്. ഞാനും നീയും കടന്നു പോകും. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിൽ നാം ഒരാൾക്ക് കൊടുക്കുന്ന ഇടം, അത് മനുഷ്യ മനസ്സുകളിൽ അവസാനം വരെ ഉണ്ടാകും. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ഈ മനോഹര ശില്പം ജാതിയും മതവും വർണ്ണവും മറന്ന് വിവിധ മനുഷ്യർ കെട്ടിപ്പുണർന്ന് വള്ളത്തിൽ നിൽക്കുന്ന കാഴ്ച ഈ ലോകം മനുഷ്യന് വേണ്ടിയുള്ള തറവാടാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ചേർത്ത് പിടിക്കണം, നമുക്ക് സ്വന്തമാക്കണം. നമ്മുടെ ഹൃദയത്തിൽ അവർക്കും ഇടമുണ്ടെന്ന് അവരോട് പറയണം. അവരും ഭൂമിയുടെ അവകാശികളാണ്. അവരും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം നേടിയ മനുഷ്യരാണ്. നമുക്ക് ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കാം, മലർക്ക തുറക്കാം, സ്നേഹിക്കാം. കൂടെയുണ്ട് കേട്ടോ. കൂട്ടിനും എൻ്റെ പ്രാർത്ഥനയും.